അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വിശേഷം നിങ്ങളെ അറിയിക്കാൻ വന്നതായിട്ട്. എൻ്റെ കുട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എൻ്റെ മോന് 6 വയസ്സായി. അങ്ങനെ എല്ലാ വർഷവും ബർത്ത്ഡേക്ക് ആഘോഷിക്കാറുണ്ട്. എങ്കിൽ തന്നെയും വലിയ കാര്യമായിട്ടൊന്നും ഞങ്ങൾ ആഘോഷിക്കാറില്ല. പിന്നെന്ന് വെച്ചാൽ ആദ്യത്തെ ബർത്ത്ഡേ പോലും എൻ്റെ മോന് നല്ലപോലെ എല്ലാവരെയും വിളിച്ചൊന്നും ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളുടെ കൊറോണ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മോൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ. എന്നാലും പറ്റുന്ന പോലെ തന്നെ എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ പ്രാവശ്യവും നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു. പിന്നെ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മുഖം കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത്, ദേഷ്യപ്പെട്ടതല്ല കേട്ടോ, ഒരു കാര്യം പറഞ്ഞതാണ്. അപ്പോൾ അത് നമ്മളുടെ പോപ്പപ്പ് എപ്പോഴത്തെയും പോലെ തന്നെ പൊട്ടുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങൾ എങ്ങനെയൊക്കെയോ പൊട്ടിച്ചെടുത്തു. അപ്പോൾ എൻ്റെ മോനെ എല്ലാവരും വിഷ് ചെയ്യുക കേട്ടോ, എല്ലാവരും വിഷ് ചെയ്യുക. എൻ്റെ മോനെ എല്ലാവരുടെയും അനുഗ്രഹം എൻ്റെ മോനുണ്ടാവണം. എല്ലാവരും ബ്ലെസ് ചെയ്യുക കേട്ടോ എൻ്റെ മോന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കുട്ടന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അവന് ഭയങ്കര ഇഷ്ടമാണ്. ദിവസം എണ്ണി എൻ്റെ മോൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഭയങ്കര അവൻ ആഗ്രഹിച്ച് കാത്തിരുന്ന ബർത്ത്ഡേ ആയിരുന്നു അവൻ്റെ കേട്ടോ. അവൻ എല്ലാ പിള്ളേരുടെയും ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും പറയാറുള്ളൊരു കാര്യമാണ്, എനിക്കും എൻ്റെ ബർത്ത്ഡേ എന്നാണ്, എൻ്റെ ബർത്ത്ഡേ എനിക്ക് ആഘോഷിക്കണം എന്നൊക്കെ അവൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു കേട്ടോ. ഇത് അവൻ്റെ ചേച്ചിയാണ്, എൻ്റെ മോള് കേട്ടോ. അപ്പോൾ അവൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇതെൻ്റെ അനിയത്തിയാണ് കേട്ടോ, എനിക്ക് ആകെയുള്ള എൻ്റെ ഒരേ ഒരു കൂടപ്പിറപ്പ്. അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു, അവളുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതെൻ്റെ അമ്മയാണ്, അമ്മയും പിന്നെ എൻ്റെ അനിയത്തി ഒന്നുകൂടെ കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് പോപ്പപ്പ് പൊട്ടിയത് കേട്ടോ. ഇത് അവളുടെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ മോനെ കേക്കൊക്കെ കൊടുത്ത് എല്ലാവരും വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളതേപോലെ വിഷ് ചെയ്യുക കേട്ടോ. ഭയങ്കര സന്തോഷമുള്ള സമയമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര ഓവറായിട്ട് ഒന്നും ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും നല്ല രീതിയിൽ ആഘോഷിച്ചു കേട്ടോ. ഇവിടെ പോപ്പപ്പ് പൊട്ടി തീർന്നപ്പോഴത്തേക്കും ഒരാൾ നല്ല രീതിയിൽ താഴെ കിടന്ന് അതിൽ നിന്ന് എന്തൊക്കെയോ നുള്ളിപ്പറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതേ ഇവിടെ എൻ്റെ മോളാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ